ബേപ്പൂരിൽ യാത്ര തുടരുകയാണ്. ബേപ്പൂരിലെ വിശേഷങ്ങളുണ്ട്, സുന്ദരമായ കാഴ്ചയാണ്. ഇതാണ് ബേപ്പൂരിലെ ആ ജങ്കാർ. നേരത്തെ മിനിസ്റ്റർ പറഞ്ഞ ജങ്കാറാണ്. ജങ്കാർ എനിക്കൊന്ന് 10 മിനിറ്റിനുള്ളിൽ അക്കരെ എത്തും അല്ലേ? ചാലിയത്തേക്ക് എത്തും. അവിടുന്ന് പിന്നെ വേണമെങ്കിൽ അങ്ങോട്ട് പോവാം, നടന്നു പോവാം അല്ലേ? അപ്പോൾ ഈ ചാലിയത്തേക്ക് ഈ ജങ്കാർ ഇല്ലെങ്കിൽ നമ്മൾ ഫറോക്ക് പാലം വഴി മണ്ണൂർ വളവ് 40 മിനിറ്റ് എടുക്കും അല്ലേ? അപ്പൊ ജങ്കാർ വന്നപ്പോൾ വളരെ എളുപ്പമായി എന്നാണ് പറയുന്നത്. പിന്നെ ക്രിസ്മസ് കരോൾ സംഘങ്ങളൊക്കെ ഉണ്ടല്ലോ. ആദ്യം നമുക്ക് അരുൺ സാറിന്റെ 2 ആരാധകരെ പരിചയം. അത് ശരി, എനിക്ക് ആരാധകരോ ഉള്ളല്ലോ, സന്തോഷമുള്ള കാര്യം. ഇതാരെ ഉണ്ടാക്കിയത്? നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ. എന്താ പേര്? നന്ദുകൃഷ്ണ, ഭാര്യ നീതുകൃഷ്ണ. നീതുകൃഷ്ണ. ഇങ്ങനെ പേരോ? കേരൾ ലഹർ. ഗംഭീര. ഫ്രഷ് പീസാണ്, അതുകൊണ്ട് ഇത് ഫ്രെയിം ചെയ്തിട്ടില്ല സാറ്. ഇതെന്താ ചെയ്തേക്കുന്നത്? ഇലയിലാണ്, ആലിലയിലാണ്. ആലിലയിലെ മെഷീൻ സൂചി ഉപയോഗിച്ച് പിൻ ചെയ്ത് ചെയ്യുന്നതാണ്. ഇതെന്താ ചെയ്തേക്കുന്നത്? ഇത് ഇതുപോലെ തന്നെ ആലിലയാണ്, പക്ഷേ ഫ്രെയിം ചെയ്ത് ഇത് മാഗ്നറ്റ് ആണ്, കഴിച്ച് വെക്കാം അതില്. ഫ്രഷ് പീസ് ആയതുകൊണ്ട് സാർക്ക് നേരിട്ട് കൈ തരാന്നത്. ഓ സന്തോഷം. അയ്യോ സന്തോഷം. രഞ്ജിത്തെ ഗംഭീരായിട്ടുണ്ട് അല്ലേ? ഇത് എത്ര സമയം എടുക്കും ഇത് ചെയ്യാൻ? അത് 3 മണിക്കൂർ, ഇതൊരു 4 മണിക്കൂർ. 4 മണിക്കൂർ എടുക്കും അല്ലേ? ഇത് പ്രൊഫഷണൽ ചെയ്ത് കൊടുക്കുന്നുണ്ടോ നന്ദു? ഇല്ല, ഞാൻ സാർ ഫസ്റ്റ് ഒരു ഫേസ് ചെയ്ത സാറിന്റെ ആണ്. സന്തോഷം. ചിത്രേച്ചിയുടെയും സെക്കൻഡ് വൺ ചെയ്തിട്ടുണ്ട്. ചിത്രേച്ചിയുടെ അല്ലേ? ഇത് എന്ത് സൂചി വെച്ചാ ചെയ്യുന്നത്? മെഷീൻ സൂചി, നോർമൽ മെഷീൻ. അമ്മ ടൈലറാണ്. രണ്ടുപേരും ഇത് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ഹെൽപ്പിംഗ് മാത്രമേ ഉള്ളൂ, സപ്പോർട്ടിംഗ് ആണ്. ആണോ? ഇത് ലോകത്ത് അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ ഇതിന്റെ പേര്? അതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ലേസർ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട്. ഇതിന്റെ പേര് അങ്ങനെ എന്തെങ്കിലും? ലീഫ് ആർട്ട്. നിങ്ങൾ ലീഫ് ആർട്ടിസ്റ്റ് ആണ്? ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, തുടക്കം സാറിൽ ചെയ്തു. ഗംഭീരാവണം അല്ലേ? ചിത്രം വരയ്ക്കല് പ്രൊഫഷണൽ ആയിട്ട് വരയ്ക്കില്ല, ഗ്രേഡ് ഇട്ടുകൊണ്ട് ഗ്രാഫ് വരച്ചുകൊണ്ട് ചിത്രം വരയ്ക്കും, പെയിന്റ് ചെയ്യും. എന്താ ഇതല്ലാതെ ജോലി? ഞാൻ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ വടകര ബ്രാഞ്ചിൽ വർക്ക് ചെയ്തോണ്ട്. ഇത്രയും ഒരു ആർട്ടിസ്റ്റ് ഒരു ധനമിടപാട് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളല്ല അല്ലേ? ഒരു കലാകാരൻ. ഗംഭീര വർക്കാണ് ഇത് പ്രേക്ഷകർക്ക്. ഇത് ചിത്രചേച്ചിയുടെ ഉണ്ട് അല്ലേ? ചിത്രചേച്ചിയുടെ ചെയ്തു, നന്നായിട്ട് ചെയ്തു അല്ലേ? ലീഫ് ആർട്ടിസ്റ്റ്. അതാ ഇന്ന് മൊത്തം ചിത്രങ്ങളുടെ ബഹളമാണ്. അപ്പൊ ഇതെന്താണോ? സന്തോഷം. എന്താ പേര്? എന്റെ പേര് നിമ ഗിരീഷ്. നിമ. ഓക്കെ, അപ്പൊ നിമ തന്നെ ഇതൊന്ന് പൊളിക്കാം അല്ലേ? നിമ തുറന്നോളൂ. ഇത് നിമ പെൻസിലിന്റെ പൊടിയാണ്. പെൻസിൽ കൊണ്ട് വരച്ചാണ്? പൊടിയാണ്, പെൻസിലിന്റെ പൊടി. എനിക്ക് വയ്യ. സന്തോഷം, ബേപ്പൂരിന്റെ സന്തോഷമാണ്. ഗംഭീരായിട്ട് വരച്ചിട്ടുണ്ട്. നോക്കൂ, ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇതെങ്ങനെയാ വരയ്ക്കുന്നത്? ഇത് പെൻസിലിന്റെ പൊടി വെച്ച്, പെൻസിലിന്റെ ബ്രഷ് വെച്ചിട്ടാ ചെയ്യുന്നത്. പെൻസിലിന്റെ പൊടി വെച്ചിട്ട് പെൻസിലിന്റെ ബ്രഷ് വെച്ച് ചെയ്യും. അതിന്റെ പേരുണ്ടോ എന്തെങ്കിലും? ഇങ്ങനെ പറയാ. പേര് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു ആർട്ടാണ് അല്ലേ? വേറെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പ്രൊഫഷണലി ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആണോ? ഞാൻ സ്വന്തമായിട്ട് പഠിച്ചു. പക്ഷെ നല്ല പെർഫെക്ഷൻ ഉണ്ട് അല്ലേ? അത് പെൻസിൽ കൊണ്ട് വരയ്ക്കുകയല്ല, പെൻസിലിന്റെ പൊടി എടുത്തിട്ട് ബ്രഷും ഉണ്ട് അല്ലേ? ബ്രഷ് കൊണ്ട് തുടച്ചു. ഓ ഗംഭീരം. എന്റെ പേര് നിമ ഗിരീഷ്. അമ്മയാണോ? എന്താ പേര്? എന്താ ചെയ്യുന്നത് നിമ? ഞാൻ ഇപ്പൊ ഡ്രോയിങ് പഠിക്കുകയാണോ? ഇല്ല, പഠിക്കുന്നൊന്നുമില്ല. അല്ലാതെ വരയ്ക്കുകയും ചെയ്യും? ഇതല്ലാതെ വരയ്ക്കുകയും ചെയ്യും? ഓ ചെയ്യും. ഓക്കെ, സന്തോഷം നിമ. താങ്ക്സ് അലോട്ട്. ഇത് അഭിലാഷേ ഏതാണ്ട് 1.5 മാസമായി ആണോ? സന്തോഷം നിമ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. നന്നായി വരയ്ക്കട്ടെ, കൂടുതൽ വരയ്ക്കുക. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു മാം. താങ്ക് യു മോനെ. ബൈ. അപ്പോൾ ഗംഭീരമായിട്ട് വലിയ ലീഫ് ആർട്ടിസ്റ്റുകൾ ചെയ്യട്ടെ, വലിയ ആൾക്കാരുടെ ഒക്കെ ചെയ്ത് തീർച്ചയായിട്ടും 100%. അപ്പോൾ എല്ലാവരുടെയും ചെയ്യട്ടെ. ഒരുപാട് എക്സിബിഷനുകളൊക്കെ നടത്താൻ കഴിയട്ടെ വിദേശങ്ങളിലേക്ക്. ലീഫ് ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലേ? ലീഫ് ആർട്ട്. സൂപ്പർ, എക്സലന്റ്. എവിടെയാ സ്വദേശം? വടകര, ഇളയടം. ഓക്കെ, അപ്പോൾ ഗംഭീരമായി ചെയ്യൂ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് അലോട്ട്.